നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയൊരു അവസരം, അതും സ്ഥിരജോലിയാണ്. പുതിയൊരു അവസരം ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വിളിച്ചിട്ടുള്ളത്. കേരളത്തിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 13 ഫെബ്രുവരി മുതലാണ്. ഏകദേശം 1 ഏപ്രിൽ 2026 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം. സോ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ നടക്കുന്നത് 1 ജൂൺ 2026 മുതൽ ഏകദേശം 15 ജൂൺ 2026 വരെ. ഇതിൻ്റെ ഇടയിലായിരിക്കും പരീക്ഷ നടക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് ചാനലിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ എൻക്വയറി ചെയ്തിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അവിടെ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങാം. ഇതിന് മുമ്പ് ഓൾറെഡി നമ്മുടെ PDF ഒക്കെ വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ അത് വാങ്ങി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ സാധിച്ചവരുണ്ടാവും ഒരുപാട് പേര്. ഫിസിക്കലാണ് പിന്നീട് വരുന്നത്. അപ്പോഴൊക്കെ ഫെയിലായവരും മെഡിക്കലിന് ഫെയിലായവരുണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണ് അവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ സോർട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് നേരെ വാട്സപ്പ് നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ച് സമയം കളയണമെന്നില്ല, ഡയറക്റ്റ്ലിയും വാങ്ങാം. നിങ്ങളുടെ ചോയ്സ് പോലെ അത് വാങ്ങാവുന്നതാണ്. എന്തായാലും ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ നിലവിൽ ഏകദേശം എൻഡ് ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. joinindianarmy.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോൾജർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി ആണ്. അതുപോലെ തന്നെ സോൾജർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി വന്നിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്റർമീഡിയറ്റ് പാസ്, അതായത് സയൻസോട് കൂടി പാസ്സാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോട് കൂടി പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം. മിനിമം 50% മാർക്ക് വേണം. സോൾജർ NA എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനാണ് കേട്ടോ പറയുന്നത്. സോൾജർ NA പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം. +2ൽ സയൻസ് വേണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. 50% മാർക്കോട് കൂടി ആയിരിക്കണം പാസ്സാവേണ്ടത്. അതുപോലെ തന്നെ ഓരോ വിഷയത്തിനും 40% മാർക്ക് ഈച്ച് സബ്ജക്റ്റിന് ഉണ്ടായിരിക്കണം. അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് താഴെ പറയുന്ന ഈ ഒരു യോഗ്യത സയൻസ് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഈ പറയുന്ന സബ്ജക്റ്റിൽ മാറ്റിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 17 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 1 ജൂലൈ 2004 1 ജൂലൈ 2009 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി ഷിഫായി പാർമ പോസ്റ്റാണ്. +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ ക്വാളിഫൈഡ് പാസ് ആൻഡ് ക്വാളിഫൈഡ് ഇൻ DPharm വിത്ത് മിനിമം 55% മാർക്കോട് കൂടി ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലോ അല്ലെങ്കിൽ സെൻട്രലിൻ്റെ കീഴിലോ ഉണ്ടായാൽ മതി. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ കീഴിലോ ഉണ്ടായാൽ മതി എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഇൻ BPharm വിത്ത് മിനിമം 50% മാർക്ക് ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യൻ്റെ കീഴിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ യോഗ്യത ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഈ പോസ്റ്റിന് അപേക്ഷിക്കാം. 1 ജൂലൈ 2002 1 ജാൻ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഓൾറൗണ്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏകദേശം 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മിനിമം ഹൈറ്റ് ആണ് കേട്ടോ, അതിൽ കൂടുതൽ വേണം. അതുപോലെ തന്നെ 77 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം, ചെസ്റ്റ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓരോരോ NCCA സർട്ടിഫിക്കറ്റ് അതിനൊക്കെ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്. ബോണസ് മാർക്ക് ഉണ്ടാകും, അത് എത്ര കിട്ടും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് എക്സാമാണ് പറയുന്നത്. എക്സാമിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് വാങ്ങാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. പരീക്ഷയാണ് ആദ്യം നമുക്ക് വരുന്നത്. പരീക്ഷ പാസ്സാവുന്നവർക്കായിരിക്കും നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് റാലി വരുന്നത്, റിക്രൂട്ട്മെൻറ്റ് റാലി. അപ്പോൾ അതിൽ ഏകദേശം 1.6 കിലോമീറ്റർ ഓട്ടം 6 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ പുള്ളപ്സ് ഉണ്ട്, അത് മിനിമം 6 എടുക്കണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ. പിന്നെ 9 ഫീറ്റിൻ്റെ ഡിച്ച് ഉണ്ട്. അതുപോലെ തന്നെ സിക്സാക് ബാലൻസിങ് ഉണ്ട്. ഇതാണ് ഫിസിക്കലിൽ വരുന്നത്. പിന്നെ മെഡിക്കൽ ഉണ്ടാവും. മെഡിക്കലും പാസ് ചെയ്ത് ഫൈനൽ ലിസ്റ്റിൽ വരുന്നവർക്കായിരിക്കും സെലക്ഷൻ ലഭിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ കാര്യം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് 1 ഏപ്രിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ ടീമിൻ്റെ നമ്പറും ഉണ്ട്, വാട്സപ്പിൻ്റെ ലിങ്കും ഉണ്ട്.